തൃശൂർ മണ്ഡലത്തിൽ എടുത്തു പറയുകയാണെന്നുള്ള NDA സ്ഥാനാർത്ഥിക്ക് വിജയ പ്രതീക്ഷ ഉള്ള ഒരു മണ്ഡലമാണ്. ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലം. ഇന്നലെ നമ്മൾ പൊടിപാറുന്ന രീതിയിലുള്ള കുട്ടിക്കലാശമൊക്കെ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് നിശബ്ദ പ്രചാരണമാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ NDA സ്ഥാനാർത്ഥി ആയ സുരേഷ് ഗോപി ഈ മതമേലധ്യക്ഷന്മാരുമായിട്ടുള്ള കൂടിക്കാഴ്ച രാവിലെ മുതൽ തന്നെ ആരംഭിച്ചു. പാലാ ബിഷപ്പും മറ്റൊക്കെ തന്നെ കൂടിക്കാഴ്ച കഴിഞ്ഞു. എന്താണ് തൃശ്ശൂരിൽ നിന്നും ഇന്ന് നിശബ്ദ പ്രചാരണ ദിവസത്തിൽ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? തീർച്ചയായും രജനി, ഇപ്പോൾ ഇതിൻ്റെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒല്ലൂർ നാട്ടിക മണ്ഡലങ്ങളുടെ പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുന്ന സ്ഥലത്താണ്. തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജാണ്. അതുതന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും കൂടുതൽ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു ലോക്സഭാ മണ്ഡലം. സുരേഷ് ഗോപി സ്ഥാനാർത്ഥിയായതുകൊണ്ട് തന്നെ വലിയ വിജയപ്രതീക്ഷയാണ് NDAക്കൊക്കെ ഉള്ളത്. ഇപ്പോൾ ഈ സുരക്ഷയുടെ കാര്യം കൃത്യമായും 5000 പോലീസുകാരെയാണ് ഇതിനുവേണ്ടി നിയോഗിച്ചിട്ടുള്ളത്. ഇപ്പോൾ പോളിംഗ് സാമഗ്രികൾ വാങ്ങി ഉദ്യോഗസ്ഥർ ഓരോരുത്തരും അതാത് ബൂത്തുകളിലേക്ക് തിരിക്കുകയാണ്. രാവിലെ മുതൽ തന്നെ ഇതിൻ്റെതായിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ തുടർന്നു. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ നിരവധി ഉദ്യോഗസ്ഥർ 1275 ബൂത്തുകളാണ് ലോക്സഭാ മണ്ഡലത്തിൽ ആകെയുള്ളത്. അതിൽ തന്നെ 48 പ്രശ്നബാധിത ബൂത്തുകളുണ്ട്. അവിടെയൊക്കെ തന്നെ സുരക്ഷയും ശക്തമാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെ ജില്ലയിൽ ആകമാനം നിരോധനാജ്ഞ കഴിഞ്ഞ ദിവസം തന്നെ കളക്ടർ പ്രഖ്യാപിച്ചിരുന്നു. മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഈ സാമഗ്രികൾ വാങ്ങിയ ശേഷം ഉദ്യോഗസ്ഥർ GPS ഘടിപ്പിച്ച വാഹനത്തിലായിരിക്കും പോലീസിൻ്റെ അകമ്പടിയോടുകൂടി പോകുക. തുടർന്ന് അവിടെ എത്തിയ ശേഷം മറ്റ് നടപടിക്രമങ്ങൾ പുരോഗമിക്കും. എന്തായാലും തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ സുരക്ഷ ജില്ലയിലാകമാനം തന്നെ ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റേതായിട്ടുള്ള മറ്റ് നടപടിക്രമങ്ങളൊക്കെ തന്നെ രാവിലെ മുതൽ തന്നെ ആരംഭിച്ചു. സ്റ്റോർ റൂമിലേക്ക് അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ ഓരോ മണ്ഡലത്തിൻ്റെയും ചുമതല വഹിക്കുന്നവർ തന്നെ ഇതിൻ്റെ മറ്റ് കാര്യങ്ങൾ ആദ്യം രജിസ്ട്രേഷൻ ആയിരുന്നു. അത് കഴിഞ്ഞ ശേഷം ഉദ്യോഗസ്ഥർക്ക് ഈ കഴിഞ്ഞ ദിവസം തന്നെ പരിശോധിച്ച് വെച്ചിട്ടുള്ള ഈ ഉപകരണങ്ങൾ കൈമാറിയിട്ടുണ്ട്. ഈ കൈമാറിയ ഉപകരണങ്ങളുമായി അവർ തിരികെ അവർക്ക് നിശ്ചയിച്ചിട്ടുള്ള ഈ ഒരു പോളിംഗ് ബൂത്തുകളിലേക്ക് പോകുന്ന ആ ഒരു നിമിഷങ്ങളാണ്. നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ നിരവധി ഉദ്യോഗസ്ഥരാണ് ക്യൂ പാലിച്ചുകൊണ്ട് ഈ പോളിംഗ് സാമഗ്രികൾ വാങ്ങുവാൻ വേണ്ടി ഇവിടെ നിൽക്കുന്നത്. രാവിലെ തന്നെ അവർക്കായിട്ടുള്ള മറ്റ് സൗകര്യങ്ങൾ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വിവിധ ജില്ലകളിൽ നിന്നടക്കം നിരവധി ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നബാധിത ബൂത്തുകൾ 48 എണ്ണമാണ്. ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ ആകർഷിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് തൃശ്ശൂർ. സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം അതുപോലെ തന്നെ മറ്റ് പ്രത്യേകതകളും ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് തൃശ്ശൂർ പൂരം വിവാദം കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളത്. ഈ പൂരത്തിലെ ചടങ്ങുകളൊക്കെ തടസ്സപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറിയത്. അതൊക്കെ തന്നെ തിരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നുള്ള ആശങ്കയും LDFിനുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് സംഘർഷ സാധ്യതയൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ഈ 48 പ്രശ്നബാധിത ബൂത്തുകളിലേക്കായി സുരക്ഷ ശക്തമാക്കിയിട്ടുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 5000-ലധികം പോലീസുകാർ ഇപ്പോൾ തന്നെ ജില്ലയിൽ ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഡ്യൂട്ടിയിലുണ്ട്. അവർക്കൊക്കെ ആയിട്ടുള്ള മറ്റ് സൗകര്യങ്ങളും അതോടൊപ്പം തന്നെ എല്ലാവിധ സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. രാവിലെ മുതൽ ആരംഭിച്ച ഈ വിതരണം, പോളിംഗ് സാമഗ്രികളുടെയൊക്കെ വിതരണം തുടരുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഓരോരുത്തരും രജിസ്റ്റർ ചെയ്ത ശേഷം അതിനു വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ്. അത് കഴിഞ്ഞ ശേഷം ഈ സാമഗ്രികളെല്ലാം വാങ്ങി തിരികെ തങ്ങളുടെ ബൂത്തിലേക്ക് പോകുന്ന ഉദ്യോഗസ്ഥരും ഇവിടെയുണ്ട്. എന്തായാലും തിരഞ്ഞെടുപ്പ് ഇന്ന് നിശബ്ദ പ്രചാരണമാണ്. സ്ഥാനാർത്ഥികളൊക്കെ തന്നെ തങ്ങളുടെ വോട്ട് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിലാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ വിജയപ്രതീക്ഷയുള്ള മണ്ഡലം തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തെ നേരത്തെ തന്നെ വർഷങ്ങളോളം ഇവിടെ പ്രവർത്തിച്ചുകൊണ്ട് സാധാരണക്കാരിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള ഓരോ പ്രവർത്തനങ്ങളും അത് കൃത്യമായും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് തന്നെ ഒരു ആത്മവിശ്വാസം സ്ഥാനാർത്ഥിക്കുണ്ട്. അതുപോലെ തന്നെ K മുരളീധരനും VS സുനിൽകുമാറും ഒക്കെ അവരുടേതായിട്ടുള്ള പ്രചാരണം കൊഴുപ്പിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം കൊട്ടിക്കലാശമൊക്കെ കണ്ടതാണ്. കൊട്ടിക്കലാശത്തിൽ ഏറ്റവും കൂടുതൽ ജനപിന്തുണ ലഭിച്ചിരുന്നത് സുരേഷ് ഗോപിക്കാണ്. നിരവധി വനിതാ വോട്ടർമാർ സുരേഷ് ഗോപിയോടൊപ്പം ഈ പ്രചാരണത്തിൽ അണിനിരുന്നു. കൊട്ടിക്കലാശത്തിലൊക്കെ വലിയ ആവേശമാണ് നമ്മൾ ഓരോരുത്തരും കണ്ടത്. അത് തന്നെയാണ് ഇന്ന് കഴിഞ്ഞ് നാളേക്ക് പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ കൃത്യമായും തൃശ്ശൂരിൻ്റെ വികസനത്തിന് വേണ്ടിയായിരിക്കണം ഓരോരുത്തരെയും വോട്ട് എന്നുള്ള പ്രചാരണം തന്നെയാണ്. അത്തരത്തിൽ തൃശ്ശൂരിനൊരു മാറ്റം വരണമെങ്കിൽ അത് സുരേഷ് ഗോപിയിലൂടെ സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു പ്രതികരണം തന്നെയാണ് എല്ലാ മേഖലയിൽ നിന്നും ജനങ്ങൾ പങ്കുവയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ K മുരളീധരൻ ഈ LDFിൽ നിന്നും UDFിലേക്ക് പഴയ തൻ്റെ തട്ടകം ഈ UDFിൻ്റെ തട്ടകം തിരികെ പിടിക്കുവാനുള്ള ഒരു പരിശ്രമത്തിലാണ്. ആ പരിശ്രമം എത്രത്തോളം വിജയകരമാകുമെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഈ പ്രചാരണ രീതിയിലൊക്കെ തന്നെ
വലിയ തരത്തിലുള്ള ഒരു ജനപിന്തുണ ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ്. കാരണം TN പ്രതാപൻ MP നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ അതിലൊന്നും ജനങ്ങൾ സംതൃപ്തരായിരുന്നില്ല എന്നുള്ള പ്രതികരണങ്ങളാണ് ഓരോ സ്ഥലങ്ങളിൽ നിന്നും ലഭിക്കുന്നത്. കൃത്യമായും ഒരു വികസന കാഴ്ചപ്പാടില്ലാതെ പ്രവർത്തിച്ച MP എന്നുള്ള ഒരു ആക്ഷേപം TN പ്രതാപനെതിരെ നിലകൊള്ളുന്നുണ്ട്. അതുകൊണ്ട് തന്നെ UDF-നെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് മണ്ഡലം പിടിക്കുക എന്നുള്ള കാര്യം അതിനെ സംബന്ധിച്ചൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. LDF-ന്റെ കാര്യം നേരത്തെ സൂചിപ്പിച്ചിരുന്നു. പൂരത്തിനുണ്ടായ വിഷയങ്ങളും അതോടൊപ്പം തന്നെ ഹൈന്ദവ വിരുദ്ധ നിലപാടുകളൊക്കെ സ്വീകരിച്ചു വരുന്ന ഒരു സമീപനം അതിൽ തന്നെ എത്രത്തോളം ഇത് തിരിച്ചടിയാകും എന്നുള്ള ഒരു ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യമാണ്. ആ സമയത്താണ് കൃത്യമായ ഇടപെടലുകളിലൂടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു ജനപ്രതിനിധി ആയിരുന്നപ്പോഴും അല്ലാതിരുന്നപ്പോഴും കൃത്യമായി അവരിലേക്ക് ഇറങ്ങിച്ചെന്ന ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ സുരേഷ് ഗോപിക്ക് വലിയ ജനസ്വീകാര്യത ലഭിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു ജനസ്വീകാര്യതയിൽ തന്നെയാണ് ഓരോ പ്രചാരണ പരിപാടികളിലും നമ്മൾ കണ്ടത്. അതൊക്കെ വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. NDA സംബന്ധിച്ചിടത്തോളം NDA ക്യാമ്പുകളൊക്കെ തന്നെ വലിയ ആവേശത്തിലാണ്. അതുപോലെ തന്നെ ഒരു ഭാഗത്ത് ഈ മുന്നണികൾ അവരുടേതായിട്ടുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇന്ന് നിശബ്ദ പ്രചാരണം കൂടെ നടക്കുമ്പോൾ എല്ലാ ഭാഗത്തു നിന്നും വോട്ട് ഉറപ്പിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ കൃത്യമായും ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറ്റ് നിർദ്ദേശങ്ങൾക്കനുസരിച്ച് തന്നെ ഓരോ മേഖലയിലെയും പ്രവർത്തനം അതൊക്കെ അതിനു വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളെല്ലാം തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. മറ്റ് ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ അവർ രാവിലെ തന്നെ എത്തി കൃത്യമായും അവർക്ക് നിശ്ചയിച്ച് നൽകിയിട്ടുള്ള സമയങ്ങളിലെത്തി ഈ വോട്ടിംഗ് സാമഗ്രികളൊക്കെ കൈപ്പറ്റിക്കൊണ്ട് ഇനി അവരുടേതായിട്ടുള്ള ഈ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് പോകുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഈ ഒരു തയ്യാറെടുപ്പ് കഴിഞ്ഞ ദിവസം തന്നെ ഉണ്ടായിരുന്നു. വോട്ടെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ മുന്നണികളെല്ലാം തന്നെ നിശബ്ദ പ്രചാരണത്തിൽ സജീവമായിട്ട് മുന്നേറുന്നു. ഒപ്പം പോളിംഗ് സാമഗ്രികളുടെ വിതരണവും പുരോഗമിക്കുകയാണ് തൃശ്ശൂരിൽ. മനോജാണ് വിവരങ്ങൾ പങ്കുവച്ചത്.